എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. കർത്താവ് ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ വീഴ്ത്തും. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 46-ാം തിരുവചനം. This very day the Lord will deliver you into my hand and I will strike you down. 1 Samuel chapter 17 verse 46. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമുഖത്ത് ആണ് ദാവീദ് സംസാരിക്കുകയാണ്. നീ വലിയ യുദ്ധ ആയുധങ്ങളുമായിട്ട് വലിയ അരിയായിട്ട് വരുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കടന്നു വന്നാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് നിന്നെ എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തോടെ ദാവീദ് പറയുകയാണ്. മാത്രമല്ല, പിന്നീട് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഗോലിയാത്തിനെ വീഴ്ത്തത്തക്ക വിധം ശക്തി ദാവീദ് ആർജിച്ചത് ആ ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ മഹോന്നതമായ മുഹൂർത്തത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ, നമ്മെ കീഴ്പ്പെടുത്താൻ വരുന്ന ശത്രുക്കളെ നമ്മുടെ ആയുധങ്ങളും നമ്മുടെ മാനുഷികമായ ചിന്തകളെക്കാൾ ഉപരിയായിട്ട് ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാനും വിജയിക്കുവാനുമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാസത്തോടുകൂടി കർത്താവ് എന്നെ പിന്തുണയ്ക്കും, എൻ്റെ കൂടെ ഉണ്ടാകും, എൻ്റെ യുദ്ധത്തിൽ എൻ്റെ ഈ പോരാട്ടത്തിൽ ഞാൻ വിജയിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ തിരുസാന്നിധ്യത്തിൽ നമ്മെ തന്നെ ചേർത്ത് നിർത്താം. നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും യുദ്ധ സാഹചര്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സകല മാലാഖമാരും പരിശുദ്ധാമയും സകല വിശുദ്ധരും നമുക്ക് മധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.